ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു ഇഡ്ഡലിക്കും ദോശക്കെല്ലാം നമ്മളൊരു ചമ്മന്തിപ്പൊടി പോലത്തെ ഒരു പൊടിയാക്കൂലേ, ആ പൊടീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട്, കുറച്ച് അരി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ചുവന്ന മുളക്, കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, ലേശം പുളി, കുറച്ച് കായപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കണം, എല്ലാം കൂടി വറുത്തിട്ടെടുക്കണം ഗൈസ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പാൻ എടുത്തിട്ട് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ അരി വറുത്തിട്ടെടുക്കാം. കുറച്ച് മതി അരി, ഒരുപാടൊന്നും വേണ്ട. വറുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലിട്ട് വെക്കാം. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നല്ലോണം ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. അതിൻ്റെ ശേഷം നമുക്ക് ഉഴുന്ന് എടുത്തിട്ട് വറുക്കാം. പൊരിഞ്ഞ് വരാൻ തുടങ്ങുന്നുണ്ട്, പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് അരി വറുത്തിട്ടായി. ഇതൊന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അരി വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ഇനി അടുത്ത നമുക്ക് ഉഴുന്ന് വറുക്കണം. അപ്പോൾ ഇനി ഉഴുന്നിട്ട് കൊടുക്കട്ടെ. അപ്പോൾ അരി വറുത്ത കുറച്ചൊന്ന് തണിയട്ടെ ഉഴുന്ന്. ഇനി അടുത്ത ഉഴുന്ന് നല്ല കളറ് വരുന്നവരെയും വറുത്തെടുക്കണം. ഗൈസ്, ഇത് ഏകദേശം നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വാങ്ങിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കരിഞ്ഞ് പോകാൻ പാടില്ല, അപ്പോൾ പിന്നെ കരിൻ്റെ ചുവടിയായി പോവും. ഇത് അമ്മ പണ്ടാക്കിയിട്ട് തരുന്നതാണ് ഇങ്ങനത്തെ രുചി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അത് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് കഴിക്കുന്ന കൂട്ടുണ്ട്, വെളിച്ചെണ്ണ കൂട്ടാണ്ട് കഴിക്കുന്ന കൂട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ കൂട്ടില്ല, ഞാൻ വെളിച്ചെണ്ണ കൂട്ടാണ്ട് വെറുതെ ഇങ്ങനെ കഴിക്കണം. അപ്പോൾ ഇത് നല്ല കണ്ടീഷനായിട്ട് കണ്ടല്ലോ, ഇതേ കളറിലാണ് വാങ്ങേണ്ടത്. കഴിയാണ്ട് വാങ്ങും, എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റുക. അപ്പോൾ ഇതും അവിടുന്ന് തണിയട്ടെ. അടുത്ത നമ്മൾ കടലപ്പരിപ്പില്ലെങ്കിൽ തുവരപ്പരിപ്പ് എടുത്താലും മതി കേട്ടോ. അപ്പം ഇനി ഇതും കൂടി വറുത്തിട്ട് ഈ കൂട്ടത്തിൽ ഇടും.
ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ ഉഴുന്ന് തന്നെ വറുത്തിട്ട് ഇങ്ങനെ എടുത്ത് അതിൻ്റെ ആവശ്യത്തിനുള്ള മുളക്, പുളി, ജീരകം, ഉലുവ, കായം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല കണ്ടീഷനായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ തുവരപ്പരിപ്പുമായിട്ടുണ്ട്. ഇത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് മുളക് വറുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് എടുത്തിട്ടെ. മുളക് വറുക്കാൻ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. ഒന്നത് വാടി കിട്ടാനുള്ള വെളിച്ചെണ്ണ. ഓക്കെ. അപ്പം മുളകൊന്ന് നല്ലോണം വാട്ടിയെടുക്കും. മുളകിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് വറുത്ത് ഏകദേശം ആവുമ്പോൾ നമുക്ക് ഉലുവ, ജീരകം ഇതും കൂടി ഇട്ട് വെക്കാം. അപ്പം അത് പൊട്ടി വരുന്നുണ്ട്. പുളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളിയും ഇങ്ങനെ വറുത്തിട്ട് ആയി വരും. ഉലുവ പൊട്ടുന്നുണ്ട്, ജീരകവും. അപ്പോൾ കരിയാതെ മുളകിനെ നമുക്ക് എടുക്കണം. അപ്പോൾ മുളകായി. ഇതാ മുളകിനെ ഞാൻ എടുത്ത് നമ്മളെ ജീരകവും ഉലുവയും അതും ആയിട്ടുണ്ട്. അപ്പം അതിനെ ഞാൻ ഇതിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി മാറ്റി. ഇനി നമുക്ക് പുളിയാനാവേണ്ടത്. ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെല്ലാം പാകത്തിനായി. ഇനി ആ പുളിയും കൂടി ഒന്ന് വറുത്തിട്ട് കിട്ടണം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഒന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട്. കായപ്പൊടി കുറച്ച് കായപ്പൊടി, ഒരുപാട് തൊട്ടില്ല, കുറച്ച് മാത്രം. അപ്പം അതും അടിയായി. പുളിയാണ് ശരിക്കാവാൻ. പുളി നല്ല പൊടിഞ്ഞ് കിട്ടും വറുത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ കായപ്പൊടിയായി. കായപ്പൊടി വറുത്തു. അതിന് ഞാൻ ഇങ്ങോട്ട് പുളിയും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഐറ്റംസ് എല്ലാം വറുത്തെടുക്കും. പിന്നെ നമുക്കിത് തണിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കണം. പുളി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പുളിയും ആയിട്ടുണ്ട്. പുളിയിനെ ഞാനിതാ ഇങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട് ഗൈസ്. പുളിയും വറുത്തിട്ടായി. അപ്പം എന്തായി, ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. എല്ലാ കാര്യവും ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയൊന്നുമില്ല, എല്ലാം കണ്ടീഷനായി. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. ഓക്കെ. ഇപ്പോൾ ഗൈസ് ഞാൻ പൊടിക്കാൻ വേണ്ടി എല്ലാം എടുത്തിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, മുളകും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് വരട്ടെ ഞാൻ. അപ്പോൾ ഗൈസ് ഞാൻ ഇതെല്ലാം പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം മുളകും എല്ലാം നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ആറിയ പ്ലേറ്റിൽ എണ്ണ മഴയൊന്നും ഇല്ലാത്ത ഇതിൽ ഞാൻ എടുത്തിടുന്നുണ്ടേ.
ഗൈസ്. ഒന്നും ഓയിൽ പറ്റി പിടിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ട സൂപ്പർ പൊടിയാണ്. നമുക്ക് ദോശക്കായാലും ഇഡ്ഡലിക്കായാലും അങ്ങനെ വേണ്ടിക്കലും കഴിക്കാം. നല്ല സൂപ്പർ സാധനം. ഇതിന് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഈ കാണിച്ച സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇഡ്ഡലിക്കും ദോശക്കും എല്ലാം നമുക്ക് കൂട്ടിയിട്ട് കഴിക്കാനുള്ള നല്ല സൂപ്പർ പൊടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മളിങ്ങനെയാണ് പൊടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് വെക്കും. ഇതാ കണ്ടല്ലോ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, ഉപ്പും പുളിയെല്ലാം പാകത്തിനുണ്ടോയെന്ന്. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഉലുവേൻ്റെ രുചിയുണ്ട്, ജീരകത്തിൻ്റെ രുചിയുണ്ട്, എല്ലാം നല്ല പുളിയുണ്ട്, എരിവുണ്ട്, ഉപ്പുണ്ട്, എല്ലാം പാകത്തിനാണ് ഗൈസ്. അപ്പോൾ ഇതാ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു ഞാൻ. വീണ്ടും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബായ്.